ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. പിന്നെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരെയും അധികമായിട്ട് വിശ്വസിക്കരുത്. നമ്മൾ വിശ്വസിക്കുന്ന ആളുകളൊന്നും നമ്മളെ ശരിക്കും മുന്നോട്ട് നമ്മളെ പറ്റിക്കുകയായിരിക്കും. നമ്മൾ എല്ലാവരോടും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ആരാലും നമ്മൾ ചതിക്കപ്പെടരുത്. നമ്മൾ നമ്മുടെ സ്റ്റാൻസിൽ തന്നെ ഉറച്ചു നിൽക്കണം. കാരണം പല പ്രലോഭനങ്ങളും നമുക്കുണ്ടാവും. അതിലൊന്നും നമ്മൾ വീണു പോകരുത്. അതിനി സ്വന്തം മക്കളായാലും ശരി, വീട്ടിലുള്ളവരായാലും ശരി, പുറത്തുള്ളവരായാലും ശരി, നമുക്ക് നമ്മുടേതായ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കണം. അതുപോലെ തന്നെ നമ്മുടെ രഹസ്യങ്ങൾ ഒരിക്കലും മറ്റുള്ളവരോട് തുറന്നു പറയരുത്. നമ്മൾ വിചാരിക്കും നമുക്കത് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം ഉണ്ടെന്ന്. ഒരിക്കലും ഉണ്ടാവുകയില്ല ഗൈസ്. നമ്മൾ എന്ത് കാര്യം നമ്മൾ തുറന്നു പറയുന്നുവോ അവർ നമ്മളെ കേൾക്കാതെ അത് വെറുതെ നമ്മളെ ഇതായിട്ട് പറയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ മക്കളെ നമ്മൾ അധികമായിട്ട് അവരൊക്കെ നമ്മൾ പിന്താങ്ങി കൊടുത്താൽ അവർ സ്വയം ഇല്ലാതെയായി പോവുകയുള്ളൂ. നമ്മൾ താങ്ങണം, വേണ്ട എന്നില്ല. ആപൽഘട്ടങ്ങളിലെല്ലാം നമ്മൾ അവരെ സഹായിക്കണം. പക്ഷേ നമ്മളെപ്പോഴും അവരെ സഹായിച്ചും താങ്ങി നിന്നാൽ അവർ അത് തന്നെയാവും. അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ നമ്മൾ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. പിന്നെ കുട്ടികൾക്ക് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കണം. അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ ഓടിച്ചെല്ലണം. അതുപോലെ എന്തുകൊണ്ട് അവർ നമ്മളെ അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. നമ്മൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാൽ എൻ്റെ അമ്മ ഉണ്ടായിട്ടാണ് ഞാൻ ഇത്രയും ഉണ്ടായത്, അല്ലെങ്കിൽ ഞാനിങ്ങനെ വളർന്നത്, ഞാനിപ്പം എൻ്റെ മക്കളെ വളർത്തുന്നത് പോലെ തന്നെ എന്നെയും അവർ കഷ്ടപ്പെട്ട് വളർത്തിയതാണെന്ന് ഇപ്പോഴുള്ള മക്കൾ ചിന്തിക്കുന്നില്ല. അതെല്ലാം ചിന്തിക്കണം. മക്കൾ ഇതെല്ലാം കാണണം, കേൾക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ യൂട്യൂബിൽ ഇടുന്നത്. കാരണം കുട്ടികൾക്കൊന്നും ഇപ്പം വലുതായി കഴിയുമ്പോൾ അമ്മമാരൊക്കെ അധികപ്പറ്റാണ്. നിങ്ങൾ ചാവാറായില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ചെറിയൊരു സങ്കടം ഉണ്ടാവും നമുക്ക്. പക്ഷേ ഒരു കാരണവശാലും അങ്ങനെയൊന്നും ഒരാളും പറയരുത്. ഇത് നമ്മളെപ്പോഴാണ് മരിക്കേണ്ടതെന്ന് നമ്മളല്ലല്ലോ തീരുമാനിക്കുന്നത്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി, എൻ്റെ മകൾ ജീവിച്ചിരിക്കണമെന്നായിരിക്കും അവരുടെ ആഗ്രഹം, അല്ലേ? അപ്പം അവരുടെ ആത്മാക്കൾ പോലും നമ്മളുടെ കൂടെ ഉണ്ടാവും. നമ്മൾ അവരെയൊക്കെ ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാത്ത ഒരു മക്കളും ഉണ്ടാവില്ല. എങ്കിലും നമ്മൾ അത്രയ്ക്കൊന്നും അവരെ നമ്മൾ ദ്രോഹിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടും. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോകണം, പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ലല്ലോ ഓരോ വഴിപാടുകളും കഴിക്കുന്നത്. നമ്മൾക്ക് വേണ്ടി തന്നെ കഴിക്കാൻ നമ്മളുടെ കയ്യിൽ കാശുകളില്ല. എങ്കിലും ആളുകളുടെ ധാരണ, അങ്ങനെയും ചില ധാരണകളുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആവട്ടെ, നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക. അല്ലാതെ നമ്മൾ ആരോടും കൂടുതൽ അഭിപ്രായം ചോദിക്കാനോ അല്ലെങ്കിൽ അതിനെ വിലയിരുത്താനോ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. നമ്മൾക്ക് സ്വയം നമുക്കൊരു പ്രായമായി കഴിഞ്ഞാൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യുക. അത് മാത്രമാണ് ഗൈസ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പിന്നെ ഉത്സവമാണ്, കാർത്തിക മഹോത്സവം തുടങ്ങി. ഞാൻ അമ്പലത്തിലെ കാഴ്ചകളെല്ലാം ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വൈക്കത്തമ്പലത്തിൽ ഇന്ന് കൊടി കയറി. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം പറയേണ്ടതില്ലല്ലോ. ഒരു ഇടത്താവളം തന്നെയാണ്. ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾക്ക് അവിടെ ഇറങ്ങി കെട്ട് നിറച്ച് ഗണപതി ഭഗവാന് തേങ്ങ ഉടച്ചിട്ട് പോകുന്ന ആ ദിവ്യമായ വലിയ ഒരു ഇടത്താവളമായി നമ്മുടെ വൈക്കത്തമ്പലത്തിൻ്റെ ഉത്സവം കൊടിയേറിയിരിക്കുകയാണ്. അന്നദാന പ്രഭുവായ മഹാദേവൻ്റെ നടയിൽ എന്നും അന്നദാനമുണ്ട്, പ്രാതലുണ്ട്. അതുകൂടാതെ ഇനി അങ്ങോട്ട് ഉത്സവ ലഹരിയിലാണ്, നാടെങ്ങും ഉത്സവ ലഹരിയാണ്. ഓക്കെ ഗൈസ്, എല്ലാവർക്കും നല്ലൊരു അഷ്ടമി ആശംസകൾ നേർന്നുകൊണ്ട് തന്നെ ഇന്നത്തെ എൻ്റെ യൂട്യൂബ് നിർത്തുന്നു. ഓക്കെ, ബൈ.